ഹായ്, 10th ശേഷം നമ്മൾ പ്ലസ് വണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്ന് നോക്കാം. ആദ്യം വേണ്ടതാണ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്. ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ എവിടെയാണോ 10th പഠിച്ചത് ആ സ്കൂളിൽ നിന്നായിരിക്കും കിട്ടുക. അടുത്തത് 10th സ്റ്റാൻഡേർഡിൻ്റെ മാർക്ക് ലിസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടതാണ് ആധാർ കാർഡ്. ആധാർ കാർഡിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ വേണ്ടതാണ് ബാങ്ക് ബുക്ക്. ബാങ്ക് ബുക്കിൻ്റെ കോപ്പിയും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. അടുത്തതാണ് ഇൻകം സർട്ടിഫിക്കറ്റ്. ഈ ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് 3 വർഷം മുന്നേ അത് റിന്യൂ ചെയ്തതായിരിക്കണം. അതായത് ഒരു 5-6 കൊല്ലം മുന്നേ പഴക്കമുള്ള സാധനം കൊണ്ടുവരാൻ പറ്റില്ല. 3 വർഷം മുന്നേ റിന്യൂ ചെയ്ത ഇൻകം സർട്ടിഫിക്കറ്റ് മാത്രമാണ് നമുക്ക് പ്ലസ് വണ്ണിന് അപ്ലൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ റേഷൻ കാർഡിൻ്റെ കോപ്പി വേണം. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. കുറച്ച് അധികം എണ്ണം കയ്യിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ആർട്സിൽ വല്ല സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ സ്പോർട്സിൽ വല്ല സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിലോ നമുക്കിതിൻ്റെ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ ഏതെങ്കിലും ഒരു ക്ലബ്ബിലെ മെമ്പർ ആണെങ്കിൽ അതിൻ്റെയും സർട്ടിഫിക്കറ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ഈ മെറിറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത് റിസർവേഷനും കൂടി വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കോപ്പീസ് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽസും കയ്യിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഈ ചാനലിൽ ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അഡ്മിഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും അതുപോലെ തന്നെ അഡ്മിഷൻ്റെ ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് സ്റ്റേ അപ്ഡേറ്റഡ് ഫോർ മോർ ഡീറ്റെയിൽസ്.